إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ നാം സംസാരിച്ചത്, നാം മനസ്സിലാക്കിയത് റമളാനുമായി ബന്ധപ്പെട്ട്, റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും ഏതൊരു കർമ്മവും നാം ചെയ്യുമ്പോൾ അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലമുണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായി നമുക്കത് ചെയ്യുവാൻ നമുക്കത് സാധിക്കുക. അതുകൊണ്ട് തന്നെ ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധം, എപ്പോഴാണ് നോമ്പ് ആരംഭിക്കുന്നത്, നോമ്പും നിയ്യത്തും വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന ചില സാഹചര്യങ്ങളും കാരണങ്ങളും ഇതെല്ലാമായിരുന്നു കഴിഞ്ഞ ഒരു ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. റമളാനിലേക്ക് നാം കടക്കുമ്പോൾ
നോമ്പിലേക്ക് നമ്മൾ കടക്കുമ്പോ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നാം നോമ്പ് തുറക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നമുക്ക് കാണാം, ഇദാ അഖ്ബലൽ ലൈലു മിൻ ഹാഹുന, രാത്രി അത് മുന്നിട്ട് വരികയും വഅദ്ബറൻ നഹാറു മിൻ ഹാഹുന, പകൽ അത് പിൻവാങ്ങുകയും അതുപോലെ തന്നെ വഗാബതി ശംസ്, അങ്ങനെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് അഫ്തറ അസ്സായിം, ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പ് അത് മുറിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് കുറച്ചുകൂടി കൃത്യമായ ഒരു സമയമെന്നോണമാണ് പിന്നീട് നമ്മളെ പഠിപ്പിച്ചത് ആ സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന കൃത്യമായ സമയം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മഗ്രിബ് ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് അത് അനാവശ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, സൂക്ഷ്മതകൾ വെച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതിനെ നമ്മൾ നീട്ടിവെക്കുന്നത് അത് നല്ലതല്ല എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ആ പ്രവാചകന്റെ അനുജന്മാരുടെ ചര്യയിൽ നിന്നും ഒക്കെ നമുക്ക് കാണാവുന്നത്, അവരൊക്കെ റമദാനിലെ അല്ലെങ്കിൽ നോമ്പൊക്കെ അവർ അത് മുറിക്കുന്ന സാഹചര്യങ്ങളിൽ അവർ ധൃതി കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. മഹാനായ സ്വഹാബി അദ്ദേഹം പറയുന്നത്, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റഅൻ നാസി ഇഫ്താറൻ വഅബ്തഅഹും സുഹൂറൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബികൾ അവർ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരും അതുപോലെ തന്നെ അസ്റഅൻ നാസി, അതുപോലെ തന്നെ ഇഫ്താറൻ വഅബ്തഅഹും സുഹൂറൻ, അതുപോലെ തന്നെ സുഹൂർ ഏറ്റവും താമസിപ്പിച്ചുകൊണ്ട് ഏറ്റവും ബാങ്കിനോട് അടുത്തുകൊണ്ട് അത്താഴം കഴിക്കുന്ന ആളുകളുമായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും സ്വഹാബികളുടെ ചര്യയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്, അവരൊക്കെ നോമ്പ് തുറക്കുന്ന സമയമായി കഴിഞ്ഞാൽ ആ നോമ്പ് ആ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി ധൃതി കൂട്ടുന്ന ആളുകളായിരുന്നു. അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളിൽപ്പെട്ട 3 സ്വഭാവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ 3 സ്വഭാവങ്ങൾ ഇങ്ങനെയാണ്: സലാത്തും മിൻ അഖ്ലാഖിൽ മുർസലീൻ, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ 3 സ്വഭാവങ്ങൾ. അതിലൊന്നാമത്തത് തഅജീലുൽ ഇഫ്താർ, അവർ ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന് അവർ അതിനുവേണ്ടി ധൃതി കാട്ടിയിരുന്നു പ്രവാചകന്മാർ എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വതഖീറുസ് സുഹൂർ, അതുപോലെ അത്താഴം കഴിക്കുന്ന വിഷയത്തിൽ അവർ ബാങ്കിനോട് അതിനെ താമസിപ്പിച്ചിരുന്നു, വൈകിപ്പിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഇഫ്താർ. ഇഫ്താറിനെ നോമ്പ് തുറക്കുന്നതിനെ വൈകിപ്പിക്കുന്ന ഒരു സമൂഹം അത്തരത്തിലുള്ള സമൂഹമല്ല, മറിച്ച് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ബാങ്കിനെ കാത്തിരുന്നുകൊണ്ട് നോമ്പ് തുറക്കുന്നതിന് ധൃതി കാണിക്കുന്ന ഒരു സമൂഹം അവരാകുന്നു യഥാർത്ഥത്തിൽ നന്മയിലുള്ള സമൂഹം എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. അപ്പോ നന്മയിലുള്ള സമൂഹമെന്ന് അവർ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ധൃതി കാട്ടുന്ന ആളുകളാണ്. അതല്ലാതെ ബാങ്ക് കൊടുത്തു എന്നിട്ടും ആ നോമ്പ് തുറക്കുന്ന വിഷയത്തെ ദീർഘിപ്പിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെയും ദീർഘിപ്പിക്കുന്ന വൈകിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നന്മയില്ല എന്നാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്ന വിഷയത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖാല തസഖർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിക്കുകയായിരുന്നു. അങ്ങനെ അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വലാത്ത്, അത്താഴം കഴിച്ചതിന് ശേഷം നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു. സുബഹി നമസ്കാരത്തിനുള്ള ബാങ്ക് കൊടുത്തു. പിന്നെയും കഴിഞ്ഞു. നമസ്കാരത്തിന് വേണ്ടി എണീറ്റ് നിന്നു. ആ സമയത്ത് സഹാബികളിൽ ഒരു മനുഷ്യൻ ചോദിച്ചു എന്നാണ്, ഖുൽതു കം കാന ബൈനൽ അദാനി വസ്സഹൂർ, ബാങ്കിന്റെയും അതുപോലെ തന്നെ അത്താഴത്തിന്റെയും ഇടയിലുള്ള സമയം അതെത്രയാണ്? ആ സമയത്ത് മറ്റൊരു സഹാബി അവിടെ നിന്ന് പറഞ്ഞു എന്നാണ്, ഖാല ഖദ്റു 50 ആയ, 50 ആയത്തുകൾ 50 സൂക്തങ്ങൾ ഓതി
ഓതുന്ന ആ ഒരു ദൈർഘ്യം മാത്രമേ അത്താഴത്തിനും അതുപോലെ തന്നെ ബാങ്കിനും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവിടെ നിന്നൊരു സ്വഹാബി പറഞ്ഞു. അപ്പോ അത്രമാത്രം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സ്വഹാബികളൊക്കെ അവരുടെ ജീവിതത്തിൽ നോമ്പ് തുറക്കുന്നത് അതിൽ ധൃതി കാണിക്കുകയും അതുപോലെ തന്നെ അത്താഴത്തിന്റെ വിഷയത്തിൽ ആ സുബഹി ബാങ്കിനോട് അടുത്തുകൊണ്ട് അവർ അത്താഴം കഴിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നോമ്പ് തുറക്കേണ്ടത് അതെന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഫ്തിറു ഖബ്ല അൻ യുസല്ലിയ അലാ റുതബാത്ത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വൈകിപ്പിക്കാതെ മഗ്രിബ് നമസ്കാരത്തിന് മുന്നേ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുതബാത്ത് കൊണ്ട് നല്ല പഴുത്ത ഈത്തപ്പഴങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നു. ഫഇല്ലം തകുൻ റുതബാത്ത്, ഇനി റുതബാത്ത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. റുതബാത്ത് നല്ല പഴുത്ത ഈത്തപ്പഴം ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ച കാരക്ക കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നു എന്നാണ്. ഇനി ആ കാരക്ക പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഹസവാതിൻ മിനൽ മാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധമായ വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറന്നിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു നോമ്പ് തുറക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ടമായ പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹബല്ലമു വബതലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലേ, വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളോട് അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ദഹബല്ലമു, നമ്മളുടെ ദാഹമൊക്കെ അകന്നു. വബതലത്തിൽ ഉറൂഖു, നമ്മൾ ആ ദാഹം അകന്നതോടുകൂടി തന്നെ നമ്മളുടെ ഞരമ്പുകളൊക്കെ അത് തണുത്തു. ആ ഞരമ്പുകളിലൊക്കെ വെള്ളമെത്തി. ഇനിയോ വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രതിഫലം, ഇന്നത്തെ ഈ ഒരു നോമ്പിന്റെ പ്രതിഫലം അതെനിക്ക് ഉറപ്പാണ് എന്നുള്ള ആ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈ റമദാനിലേക്ക് കടക്കുമ്പോ ആ ആദ്യത്തെ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മളുടെ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഈ പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകന്റെയും ആ സ്വഹാബികളുടെയും ചര്യ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോ, നോമ്പിലേക്ക് നമ്മൾ കടക്കുമ്പോ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാവുന്ന ഒരുപാട് തരത്തിലുള്ള കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ഷൈഅൻ. റമദാൻ വന്നു, ആ റമദാൻ വന്നുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും നമ്മൾ മുഖേന ആ നോമ്പ് തുറപ്പിക്കുവാൻ കാരണമായാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യന് വിഭവങ്ങൾ നൽകിക്കൊണ്ട് ഒരു മനുഷ്യന്റെ നോമ്പ് തുറപ്പിക്കുവാൻ നമ്മൾ കാരണമായി കഴിഞ്ഞാൽ അന്ന് നമ്മൾ എടുത്ത നോമ്പിന്റെ പ്രതിഫലം നമുക്കുണ്ട്. നമ്മൾ ആരെ നോമ്പാണ് തുറപ്പിച്ചത് അവന്റെ നോമ്പിന്റെയും പ്രതിഫലം നമുക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം ഒരുപാട് ആളുകളുടെ നോമ്പ് തുറക്കുവാനുള്ള കാരണം നമ്മൾ നൽകിയ ഈത്തപ്പഴമായിരുന്നുവെങ്കിൽ എത്രമാത്രം പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബക്കാർ, പല തരത്തിലുമുള്ള നമ്മളുടെ അയൽക്കാർ, അവരുടെ ജീവിതത്തിൽ അവരും അവരുടെ കുടുംബവും മക്കളും ഒക്കെ ചേർന്നിരുന്ന് അവർ നോമ്പ് തുറക്കുന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം, അത് നമ്മൾ കൊടുത്ത പലഹാരമാണ് എങ്കിൽ പ്രിയമുള്ളവരെ എത്രമാത്രം പ്രതിഫലമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നോമ്പ് തുറക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം പട്ടിണിയായിക്കൊണ്ടാണ്, ദരിദ്രനായിക്കൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരാണ് പ്രിയമുള്ളവനെ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഇന്നത്തെ നമ്മളുടെ കാലത്തെ ഈ ഒരു സമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോ അല്ലെ, രാജാക്കന്മാരുടെ മക്കളൊക്കെ എത്രമാത്രം ധനാഢ്യനായ ആളുകളാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്നിരുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം ദരിദ്രനായിരുന്നു എന്ന്. എന്താണ് അതിനുള്ള കാരണം? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹത്തിന് നോമ്പ് തുറക്കേണ്ട വിഭവങ്ങളുമായി അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെടും. എന്നാൽ പള്ളിയിലെത്തി അവിടെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്ന ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ മദീനയിൽ പല ആളുകളും വന്നുപോയിരുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ പല ആളുകൾ ആ നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പട്ടിണിപ്പാവങ്ങളായ അല്ലെങ്കിൽ യാത്രക്കാരായ ആളുകളൊക്കെ കടന്നു പോകുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നോമ്പ് നോൽക്കുവാൻ വേണ്ടി തുറക്കുവാൻ വേണ്ടി വെച്ച വിഭവങ്ങളൊക്കെ അവർക്ക് വീതിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു വെള്ളത്തിലോ ഒരു ചെറിയ കാരക്കയിലോ മാത്രം അദ്ദേഹം നോമ്പ് തുറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശപ്പ് പോലും മര്യാദക്ക് അടക്കുവാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ വിഭവങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ പട്ടിണിയായിരുന്നു അദ്ദേഹത്തിന്റെ നോമ്പുകൾ. അങ്ങനെ അവസാനം നമസ്കാരം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള തുച്ഛം വിഭവങ്ങൾ അത് അദ്ദേഹത്തിന്റെ വീട്ടുകാരും കഴിച്ചു കഴിയുമാറ് അദ്ദേഹത്തിന് അന്നത്തെ ദിവസം മറ്റു ഭക്ഷണങ്ങളില്ലാതെ ഒരുപാട് നോമ്പുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അദ്ദേഹത്തിന് കയ്യിൽ തുച്ഛമായ വിഭവങ്ങൾ മാത്രമുള്ളൂ, അതെന്തുകൊണ്ട് മറ്റുള്ള യാത്രക്കാരായ പട്ടിണി പാവങ്ങളായ ആ ആളുകളെ നോമ്പ് തുറക്കുന്ന സമയത്ത് കണ്ടിട്ട് പോലും അവർക്ക് വേണ്ടി വീതിച്ചു നൽകുന്നത് എന്തുകൊണ്ട്? കാരണം അത് റസൂലിന്റെ വചനമാണ്. നിങ്ങൾ ഒരു മനുഷ്യൻക്ക് നോമ്പ് തുറപ്പിക്കുവാനുള്ള വിഭവം നൽകിയാൽ അവരെ കൊണ്ട് നിങ്ങൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പിന്റെ പ്രതിഫലം കൂടി നിങ്ങൾക്കുണ്ട് എന്നുള്ള വചനമാണ്. ആ സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് നാളെ പരലോകത്തെ പ്രതിഫലങ്ങൾ മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു നമ്മളുടെ അജണ്ടയാകണം. ഈ ഒരു റമദാനിൽ ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കുവാനുള്ള വിഭവങ്ങൾ അതെനിക്ക് നൽകാൻ സാധിക്കണമെന്നുള്ളത് അത് ഈ ഒരു റമദാനിൽ നമുക്കൊരു അജണ്ടയാക്കി എടുത്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സലഫുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ റമദാൻ വന്നു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമതായി കൊണ്ട് അവർ ദാനധർമ്മങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് അത് രഹസ്യമായി കൊണ്ട് അവർ നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. മഹാനായ സ്വഹാബിയുടെ ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം രാത്രികളിൽ വലിയ വലിയ സഞ്ചികൾ, ഭക്ഷണ പദാർത്ഥങ്ങളുടെ സഞ്ചികൾ അദ്ദേഹത്തിന്റെ തോളിൽ ചുമന്നുകൊണ്ട് രാത്രികളിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഭക്ഷണം എത്തിച്ചിരുന്നു. എപ്പോഴാണ് ആളുകൾ അത് തിരിച്ചറിഞ്ഞത്? അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തോളിൽ ഒരു വലിയ പാട്. എന്താണ് ആ പാട്? നിരന്തരമായി കൊണ്ട് വലിയ ഭക്ഷണ സഞ്ചികൾ തന്റെ തോളിൽ ചുമന്നുകൊണ്ടുപോയ ഒരു പാട് കാണുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് അത് ഈ സ്വഹാബിയാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ ഒരു ക്വാളിറ്റിയാണ് നൽകുന്നത്. അത് രഹസ്യമായി കൊണ്ട് ഞാനും എന്റെ റബ്ബും മാത്രം ഞാൻ നൽകുന്നത് അറിഞ്ഞാൽ മതി. അല്ലെ, അള്ളാഹു ഒന്നും തന്നെ മറക്കുന്നില്ല എന്ന ഖുർആനിക വചനം നമുക്കിവിടെ പാഠമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് അവർ മുൻഗണന നൽകിയിരുന്നത് തങ്ങൾക്ക് വിശക്കുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് നൽകുവാൻ അവർ മുൻഗണന നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു റമദാനിൽ നമ്മൾ ഒരു അജണ്ടയാക്കി എടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കുവാനുള്ള വിഭവങ്ങൾ ഞാൻ എത്തിക്കും എന്നുള്ള ഒരു നെയ്യത്തോടു കൂടി നമുക്ക് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോ നമ്മൾ പറയുമ്പോൾ റമദാനിൽ മാത്രം പല ആളുകളുടെയും ഫർളായ റമദാനിലെ നമസ്കാരങ്ങളാണ് തറാവീഹ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് അത് ഉടനീളം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നമസ്കരിക്കാവുന്ന നമസ്കാരങ്ങളാണ് രാത്രി നമസ്കാരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന നമുക്ക് കാണാം. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യു സ്വലാത്തി അഫ്ളൽ ബഅദൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള നമസ്കാരം, ശ്രേഷ്ഠതയുള്ള നമസ്കാരം അതേതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് ഖാല അസ്സലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരങ്ങളാണ്. തറാവീഹ് നമസ്കാരങ്ങളാണ്, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങളാണ്, രാത്രി നമസ്കാരങ്ങളാണ് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പല
പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലൊക്കെ ഈ രാത്രി നമസ്കാരങ്ങൾ കടന്നു വരുന്നത് റമദാനിലായിരിക്കാം, തറാവീഹും ഖിയാമുൽ ലൈലും ഒക്കെ ആയിരിക്കാം. പക്ഷേ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവചര്യകളിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഉടനീളം രാത്രികളും അവരിങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്നത് അത് മുഹറം മാസത്തിലെ നോമ്പാകുന്നു. വഅഫ്ളലു അസ്സലാത്തി ബഅദൽ ഫരീള. അതുപോലെ തന്നെ ഫർളായിക്കൊണ്ടുള്ള നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ജീവിതത്തിൽ ഉടനീളം രാത്രി നമസ്കാരങ്ങൾ കൊണ്ടു നടന്ന വ്യക്തിയാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം അവരുടെ ജീവിതത്തിലെ സമയങ്ങൾ മൂന്നായി അവർ വേർതിരിച്ചിരുന്നു. ഒന്നാമത്തെ സമയം അവർ മാറ്റിവെച്ചിരുന്നത് റബ്ബിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു ദിവസത്തെ സമയം 3 ഘട്ടങ്ങളാക്കി അവര് ഭാഗിച്ചിരുന്നു. ഒന്നാമത്തെ സമയം അവര് നൽകിയിരുന്നത് പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഈ ദുനിയാവിൽ അവർക്ക് സമ്പാദിക്കുവാനുള്ള സമയമാണ്. മൂന്നാമത്തത് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. പലപ്പോഴും നമുക്ക് കാണാം കുടുംബത്തിന് വേണ്ടിയുള്ള സമയത്തിൽ അവർ തന്റെ ഇണയോട് അനുവാദം ചോദിച്ചുകൊണ്ട് രാത്രി നമസ്കാരത്തിന് വേണ്ടി അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് പല സലഫുകളും നമസ്കാരങ്ങളിലേക്ക് കടക്കുന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രാധാന്യം ആ രാത്രി നമസ്കാരങ്ങളിൽ അവർ കൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നാം രാത്രികളിൽ നമസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന. രാത്രി നമസ്കാരങ്ങൾ എന്നുള്ളത് അത് നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഒറ്റയൊറ്റയായി നിർത്തണം. എന്നാൽ അതിനു മുമ്പ് ഈരണ്ട് റക്അത്തുകൾ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. അങ്ങനെ ഈരണ്ട് റക്അത്തുകൾ നിങ്ങൾ തുടരുക. എന്നിട്ടോ ഫഇദാ ഖശിയ അഹദുകും അസ്സുബ്ഹ സല്ല റക്അതൻ വാഹിദതൻ. ഇനി നിങ്ങൾ രാത്രി നമസ്കാരം തുടർന്നു, 2 റക്അത്ത് ഇങ്ങനെ നമസ്കരിച്ചു വന്നു. എന്നാൽ സുബഹിയുടെ ആദാൻ, സുബഹിയുടെ ബാങ്കിനെ നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 1 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് വിത്റാക്കിക്കൊണ്ട് ആ നമസ്കാരങ്ങൾ മുഴുവൻ ഒറ്റയിൽ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തീർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2 പാഠങ്ങളാണ് നമ്മൾക്കുള്ളത്. ഒന്നാമത്തെ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്, നിങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോൾ ഇരട്ടയായി നമസ്കരിച്ച് അവസാനം നിങ്ങൾ ഒറ്റയിൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം എന്നുള്ളത്, ഫഇദാ ഖശിയ അഹദുകും അസ്സുബ്ഹ. നിങ്ങളിൽ ഒരാൾ അങ്ങനെ നമസ്കാരം തുടർന്നു എന്നിട്ട് സുബഹിയെ നിങ്ങൾ ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എന്താ? മുൻഗാമികൾ, പ്രവാചകൻ, സ്വഹാബികൾ അവരുടെ രാത്രി നമസ്കാരങ്ങൾ അവർ തുടർന്നു കഴിഞ്ഞാൽ ആ നമസ്കാരം നീണ്ടു നിന്നിരുന്നത് അത് സുബഹി വരെ ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം കണിശത ആ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിലും ആ നമസ്കാരങ്ങളൊക്കെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പറയാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് റമദാനിലെ റമദാനുമായുള്ള ബന്ധം. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് കാണാം, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് ഖൗമൻ വയദഉ ബിഹി ആഖരീൻ. ഖുർആൻ എന്ന ഗ്രന്ഥം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഉയർത്തുകയും ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യുമെന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ താഴ്ച ലഭിച്ചവരാണോ ഉയർച്ച ലഭിച്ചവരാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം, അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ. നാളെ പരലോകത്ത് ഖുർആൻ കടന്നുവരും, ശുപാർശയായി കൊണ്ട് ഖുർആൻ കടന്നുവരും. ആ ഖുർആനിനെ ഉപയോഗിച്ച മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഖുർആനിനെ മുന്നിൽ പിടിച്ച ആളുകൾ ആരാണോ ആ ആളുകളെ നാളെ പരലോകത്ത് ഖുർആൻ സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഖുർആൻ പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ, ഇന്ന വ്യക്തി ദുനിയാവിൽ വെച്ചുകൊണ്ട് താൻ ഉറങ്ങേണ്ട രാത്രികൾ ഉറക്കമൊഴിച്ചുകൊണ്ട് അവർ
അവർ ചെയ്തത് ഖുർആനിന്റെ പാരായണങ്ങളിൽ മുഴുകി എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗം അവർ ചെലവഴിച്ചത് ഖുർആനിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് നീ കയറ്റണമേ എന്ന് ഖുർആൻ ശുപാർശ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ വമൻ ജഅലഹു ഖൽഫഹു, എന്നാൽ ആരാണോ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആ ഖുർആനിനെ പിന്നിലാക്കിയ ആളുകൾ, സാഖഹു ഇലന്നാർ, അവരെ ആ ഖുർആനും പിന്നിലാക്കുന്ന ആളെ പരലോകത്ത് നരകത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ പറയാൻ മാത്രം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഖുർആൻ ശുപാർശ പറയുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടി ഖുർആനിന്റെ വിഷയം നമ്മൾ കാണണം. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിന്റെയും മറ്റുള്ള ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്നതിന്റെയും മാസമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം മദീനയിൽ അദ്ദേഹത്തിന്റെ മുവത്ത ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, അതൊക്കെ റമദാൻ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും, അതൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഖുർആൻ പാരായണങ്ങളിൽ അദ്ദേഹം നിരതനാകുമായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം, റമദാൻ അങ്ങോട്ടായി കഴിഞ്ഞാൽ ഓരോ 7 ദിവസത്തിലും അദ്ദേഹം ഖുർആനിൽ ഒരു ഖത്തം തീർത്തുമായിരുന്നു. റമദാനിൽ 7 ദിവസം കൊണ്ട് അദ്ദേഹം ഖുർആൻ മൊത്തമായി ഓതി പൂർത്തിയാക്കുമായിരുന്നു. ഇനി അവസാന 10ലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അവസാന 10ലെ ഓരോ ദിവസവും ഖുർആൻ മുഴുവനായി അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു, ഖത്തം തീർക്കുമായിരുന്നു എന്ന് മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതെങ്ങനെ അവർക്ക് സാധിച്ചു? അവരുടെ സമയം അതിനുവേണ്ടി അവർ മാറ്റിവെച്ചു. എന്തിനവർ ആ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചു? അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലേക്ക് എത്തും വരേക്കും, മരണം തൊണ്ടക്കുഴിയിലേക്ക് എത്തും വരേക്കും നമുക്ക് മറ്റൊരു അജണ്ടയില്ല. അജണ്ട അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ നിരതനായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റമദാൻ വരുമ്പോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരു മിതത്വം നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കഴിക്കുന്നു, പിന്നീട് അടുത്ത ഇശാ നമസ്കാരം പോലും മര്യാദക്ക് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നീട് അതിനുശേഷമുള്ള രാത്രി നമസ്കാരങ്ങൾ പിന്നെ പറയണ്ട. തറാവീഹ് നമസ്കാരങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളൊക്കെ വയറ് നിറച്ച് കഴിച്ച് പിന്നീട് നമുക്ക് നമസ്കരിക്കുവാനോ ഖുശൂഓടുകൂടി നിൽക്കുവാനോ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്റെ ഇബാദത്തിനേക്കാൾ, അല്ലെങ്കിൽ എന്റെ ഇബാദത്ത് മുറിഞ്ഞു പോകുന്ന, എന്റെ ഇബാദത്തിന്റെ ഇഖ്ലാസുകൾ മുറിഞ്ഞു പോകാൻ മാത്രം നാം കഴിക്കുന്ന ആഹാരങ്ങൾ കാരണമാകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് മാറ്റിവെക്കുക തന്നെയാണ്. നമുക്ക് വേണ്ടത് കഴിക്കുക, ഓവറായി നമ്മൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിന് ശേഷമുള്ള അനാവശ്യ കൂട്ടുകെട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തറാവീഹ് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ പല ആളുകളും അങ്ങാടിയിലേക്കും പല രൂപത്തിലേക്കും പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വളരെ വൈകിട്ടാണ്. അങ്ങനൊക്കെ ഒരു പ്രത്യേക സ്വഭാവം നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ആ വർത്തമാനങ്ങൾക്കിടയിൽ ഒരുപാട് തിന്മകളും അതുപോലെ തന്നെ തിരിച്ച് നമ്മളുടെ ഉറക്കത്തിന് ഒരുപാട് പ്രയാസങ്ങളും അത് നമ്മളുടെ ഇബാദത്തുകൾക്കും അതുപോലെ തന്നെ അത്താഴത്തിന് ഇരിക്കുന്ന വിഷയത്തിലൊക്കെ വലിയ പിഴവുകൾ സംഭവിക്കാൻ കാരണം അത്തരത്തിലുള്ള രാത്രി ചർച്ചകളും യാത്രകളും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റമദാനിൽ കൃത്യമായി നമ്മളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുവാനും ഉറങ്ങുവാനും കൃത്യമായി കൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ ഇടപെടുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈദ് റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈദാണ്. പലപ്പോഴും ആ അവസാന 10ലേക്ക് എത്തുമ്പോ നമ്മൾ നമ്മളുടെ മക്കളുമായി അല്ലെ നമ്മളുടെ കുടുംബവുമായി നമ്മൾ ഡ്രസ് എടുക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ ഒരുങ്ങുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ അപ്പോഴല്ല, അവസാന 10 എന്നൊക്കെ പറയുന്നത് മുഴുവനായിക്കൊണ്ടും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് ഈ റമദാനിന്റെ തുടക്ക സമയങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് അവസാന സമയങ്ങളിൽ നിന്ന് അതൊക്കെ മാറ്റിവെച്ച് അവസാന സമയങ്ങൾ പൂർണ്ണമായും ഇബാദത്തുകളിൽ ഇരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ റമളാൻ അല്ലാഹു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ റമളാനിലേക്ക് അടുത്ത ഒരു കാൽവെപ്പ് വെക്കുവാൻ വേണ്ടിയിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ചരിത്രത്തിൽ നമുക്ക് കാണാം, 2 സ്വഹാബികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ഒരു ചോദ്യം. അതിലൊരു സ്വഹാബി യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുകയാണ്. രണ്ടാമത്തെ സ്വഹാബി 1 വർഷം കൂടി കഴിഞ്ഞ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. സ്വഹാബികൾ പറഞ്ഞു, ആദ്യം 1 വർഷം മുമ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ ആ മനുഷ്യനാകണം അള്ളാഹുവിന്റെ അടുക്കൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് 1 വർഷം കൂടി ജീവിച്ച് ആ 1 വർഷത്തിൽ 1 റമളാന് കൂടി കിട്ടിയ ആ സ്വഹാബി, രണ്ടാമത് മരണപ്പെട്ട സ്വഹാബി, ആ സ്വഹാബിയാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് ആദ്യം ഷഹീദ് ആയവനേക്കാൾ, ആ ഷഹീദായ സ്വഹാബിയേക്കാൾ മുന്നിട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത് 1 റമളാന് കൂടി കിട്ടിയ സ്വഹാബിയാണ് എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, എത്ര റമളാനുകൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ റമളാനിനെ ആ ഒരു ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിലൂടെ കടന്നു പോകുവാനും ഈ റമളാൻ യഥാവിധം ഉപയോഗപ്പെടുത്തുവാനും അങ്ങനെ നാളെ പരലോകത്ത് ഈ റമളാൻ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ, റയ്യാൻ എന്ന കവാടങ്ങളിലൂടെ കടക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് അറിയണം, പഠിക്കണം, കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹുവിനെ യഥാവിധം ഭയപ്പെടുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവിന്റെ സദസ്സുകളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനായ അഷ്റഫ് സുല്ലമിയുടെ നേതൃത്വത്തിൽ അഹ്ല റമളാനൊക്കെ വരാൻ, റമളാനിനെ കുറിച്ച് നമുക്ക് പഠിക്കാം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ അഷ്റഫ് സുല്ലമിയുടെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ അസർ നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പുരുഷന്മാർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഒരുക്കി നടത്തുന്ന ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നമ്മളുടെ കുടുംബത്തോടൊപ്പം എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെയൊക്കെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകുമാറാകട്ടെ. നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ, ശാരീരികമായും കടങ്ങളാലും മാനസികമായും ഒത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പ ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ റമളാൻ ഇങ്ങോട്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വരുമ്പോഴും പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പുമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരോടൊക്കെ എന്താണ് അവരുടെ ഉദ്ദേശങ്ങൾ, അത് ഏറ്റവും ഖൈറായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.